أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. നല്ല സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഇന്ന് ഡോക്ടർ സഅദ് ഷുറൈമ ചർച്ച ചെയ്തതായ വിഷയം മനുഷ്യന്മാരോടുള്ളതായ അവകാശം നിറവേറുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗമാണ്. അഥവാ നമ്മിൽ നിന്നിട്ട് ആരും എടങ്ങേറാവരുത്, നാം ആരെയും എടങ്ങേറാക്കരുത്, ദ്രോഹിക്കരുത്, മർദ്ദിക്കരുത്. അതെ, ചിലരുടെ സ്വഭാവം തന്നെ അദ്ദേഹം മറ്റുള്ളവരുടെ വീഴ്ച അന്വേഷിച്ച് കണ്ടുപിടിക്കലാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയില്ല, അദ്ദേഹത്തിന്റെ ദൂഷ്യങ്ങളെ അദ്ദേഹം കാണാറുമില്ല. എത്ര കണ്ട് മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കാനും അവരുടെ കുറ്റവും കുറവും ദോഷ്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിക്കാനും സാധിക്കുന്നു. അതിനുവേണ്ടി മനക്കെടും. അവൻ ജീവിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ തെറ്റുകൾ, കുറവുകൾ അന്വേഷിക്കാൻ വേണ്ടി എന്നതുപോലെ. എന്നിട്ട് അത് പ്രചരിപ്പിക്കുകയും ചെയ്യും ജനങ്ങളിലേക്ക്. ഇത് മഹാപാപമാണ്. എന്തൊരു ഗതികേടാണ് മനുഷ്യന്റെ ജീവിതം. അവന്റെ കുറവുകളെ കണ്ടെത്തി വീഴ്ചകൾ നികറ്റാൻ വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ജീവിതമാണെങ്കിൽ എന്തൊരു സന്തോഷകരമായ ജീവിതമാണ്. മനുഷ്യൻ അവന്റെ കുറവിനെ കണ്ടെത്തി എന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായി ജീവിക്കാൻ സാധിച്ചാൽ, അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചതായ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ മക്ക ഇമാമ് നമ്മെ ഉണർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി, രാവിലെയും വൈകുന്നേരവുമായിട്ട് നാം ചെല്ലേണ്ടതായ പ്രാർത്ഥനയായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയാണ് അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ റബ്ബ കുല്ലി ശൈഇൻ വമലീക ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്വാനി വശിർകിഹി വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജ്റഹു അലാ മുസ്ലിം. ഇത് രാവിലെയും വൈകുന്നേരവുമായി ചെല്ലാൻ വേണ്ടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഒരു പ്രാർത്ഥനയാണ്. മഹാനായ തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് റിപ്പോർട്ടകൻ. അവരുടെ ഗ്രന്ഥത്തിൽ ആ ഹദീസ് ഹസനാണ്, സഹീഹാണെന്ന് അദ്ദേഹം വിധികൽപ്പിച്ചിട്ടുണ്ട്. അതെ, എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം, എന്താണ് ഇതിന്റെ പ്രത്യേകത? ആ പ്രാർത്ഥന തന്നെ ഒരു പഠനമാണ് നൽകുന്നത്. അത് ചൊല്ലുന്ന വ്യക്തി അത് ജീവിതത്തിൽ പകർത്തി ചെല്ലേണ്ടി വരും. അല്ലാത്ത പക്ഷം അവൻ അത് പറയുന്നത് കളവായി മാറുകയും ചെയ്യും. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടാവായ റബ്ബേ, ആലിമൽ ഗൈബി വശഹാദ, പരസ്യവും രഹസ്യവും അറിയുന്നതായ റബ്ബേ, റബ്ബ കുല്ലി ശൈഇൻ വമലീക, എല്ലാറ്റിന്റെയും നാഥനായ, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് രക്ഷിക്കുന്ന നാഥനായ, രാജാവായ നാഥനായ റബ്ബേ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധ്യ വസ്തുവില്ല, നീയല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ പറ്റുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്ന, ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കാൻ പറ്റുന്ന സൃഷ്ടാവോ നേതാവോ രക്ഷിതാവോ ഇല്ല. അഊദു ബിക മിൻ ശർരി നഫ്സി, ഇതെല്ലാം മുഖവുര നൽകിയും കൊണ്ട് പ്രാർത്ഥനയിലൂടെ എന്താണ് അടിമ പറയുന്നത് അള്ളാഹുവിനോട്? അള്ളാഹുവേ, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി നഫ്സി, എന്റെ ശരീരത്തിനെ തൊട്ടുള്ള ദ്രോഹത്തിൽ നിന്നിട്ട്. നമ്മുടെ ശരീരം നമ്മെ ദ്രോഹിക്കുക എന്നത്, നമ്മുടെ ശരീരം ധാരാളം വീഴ്ചകളും ദ്രോഹങ്ങളും ഉള്ളതായ ഒരു ശരീരമാണ്. ആ ശരീരത്തിന്റെ ദ്രോഹമാകുന്ന ഭാഗം, വീഴ്ചയാകുന്ന ഭാഗം, സയ്യിആത്തായ ഭാഗം, അതിനെ തൊട്ട് നാം തന്നെ അള്ളാഹുനോട് കാവലിനെ ചോദിക്കാനാണ് ഈ പ്രാർത്ഥനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മിൻ ശർരി ശൈത്താൻ, പിശാചിന്റെ ശർറിനെ തൊട്ടും, വശിർകിഹി, അവന്റെ ശിർക്കിനെ തൊട്ടും. അവൻ പ്രധാനമായി പഠിപ്പിക്കുന്ന ഷർറതാണല്ലോ, എന്ത്? മനുഷ്യനെ പെട്ടെന്ന് നരകത്തിലേക്ക് എന്നേക്കുമായി താമസിക്കാനുള്ള മാധ്യമം ഉണ്ടാക്കി കൊടുക്കുക, മാർഗമുണ്ടാക്കി കൊടുക്കുക. അതെങ്ങനെയാണ്? അവനെ ശിർക്കിലേക്ക് വലിച്ചെറിയുക എന്നതാണ്.
അഥവാ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകളും അപ്രകാരം തന്നെ ആ പ്രാർത്ഥനകളും എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോടായി മാറുക, ഇതാണ് ശിർക്കിന്റെ ചെറിയ രൂപം. ആ വിശാലമായ രൂപങ്ങൾ നാം ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല, നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ആ ശിർക്കിലേക്ക് പിശാച്ച് ദൈനംദിനം ഇവിടെ ആദമിന്റെ സന്തതികളെ നയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഈ പ്രാർത്ഥനയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് കേണപേക്ഷിക്കുവാനും അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി, അള്ളാഹുവേ നീ ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രത്യേകതകളും ബഹുമതികളും ബഹുമാനങ്ങളും പറഞ്ഞ ശേഷമാണ് ആ അടിമ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. എന്റെ ശരീരത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്ന ദ്രോഹത്തെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. കാരണം ഈ ശരീരത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്ന ദ്രോഹം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അഥവാ അതിന്റെ അപകടം മനസ്സിലാക്കാൻ നാം ഒരു ഹദീസ് മാത്രം പഠിച്ചാൽ മതി. അത് മക്കാ ഇമാം എന്ന് സൂചിപ്പിച്ച ഭാഗത്തിൽപ്പെട്ടതല്ലെങ്കിലും അത് നമ്മുടെ വിഷയത്തെ തൊട്ട് സംസാരിക്കുന്ന ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചു. റസൂലുള്ളാഹി ഇവിടെ ഖുതുബ ഓതിയപ്പോഴെല്ലാം മദീനയിൽ ഏകദേശം ജുമുഅ നിർബന്ധമായ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതായ ആ നൂറുകണക്കിന് ഖുതുബകളുടെ തുടക്കത്തിലെല്ലാം മടക്കി പറഞ്ഞുകൊണ്ടേ ഉണ്ടായതായ പ്രാർത്ഥനയാണ് നാം ഖുതുബത്തുൽ ഹാജ എന്ന പേരിൽ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം നമ്മൾ നിന്നിട്ട് പലരും പറയാറുള്ളത്. അത് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ഭാഗം എന്താണ്? അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി എന്നൊക്കെ പറഞ്ഞ ശേഷം അഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഇതാണ് നമ്മുടെ വിഷയം. എന്താണ് ആ ഖുതുബ പഠിപ്പിക്കുന്നത്? അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. ഞങ്ങളുടെ നഫ്സിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്ന ഷർറ്. ഓരോ മനുഷ്യനും അവന്റെ ശരീരത്തിൽ ദ്രോഹമുണ്ട്, ഷർറുണ്ട്. അവന്റെ ശരീരത്തിലൂടെ മറ്റവരെ ദ്രോഹിക്കലോ അല്ലെങ്കിൽ അവന്റെ ശരീരത്തിനെ തന്നെ അവൻ ആക്രമിക്കലോ ദ്രോഹിക്കലോ അതൊക്കെ അവന്റെ ദുസ്വഭാവത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതാണ്, വെടക്ക് സ്വഭാവത്തിൽ നിന്നിട്ട് ഉത്ഭവിക്കുന്നതാണ്. അതിനെ തൊട്ട് നാം അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കണം. അത് മഹാ അപകടമാണ് എന്നതുകൊണ്ട് തന്നെ, അത്രയും വലിയ അപകടമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താറുള്ള സർവ്വ ഖുതുബകളിലും ആ ഖുതുബയുടെ പ്രാരംഭത്തിൽ ഈ വാക്ക് പറയാറുണ്ടായിരുന്നു. കാരണം ഖുതുബത്തുൽ ഹാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഖുതുബ യഥാർത്ഥത്തിൽ ഒരു അത്ഭുതമാണ്. അത്ഭുതമാണ് എന്നതിലേക്കുള്ള തെളിവ് ഒരു വ്യക്തി മുസ്ലിം ആവാൻ വേണ്ടി മക്കയിൽ വന്നതായ സന്ദർഭത്തിൽ ആ വ്യക്തി അറബികളിൽ അഗ്രഗണ്യനും ആ ഭാഷയിൽ നല്ല കഴിവ് കൽപ്പുള്ള ആളും മക്കക്കാരുടെ ഇടയിൽ പ്രശസ്തനുമായ വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം റസൂലുമായി മീറ്റാവരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു റസൂലിനെ കാണാം, എന്നിട്ട് അദ്ദേഹം പറയുന്നത് നന്മയാണെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാമെന്ന് മനസ്സിലാക്കി. അങ്ങനെ റസൂലുള്ളാഹിയുടെ ഹറത്തിലേക്ക് ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുതുബത്തുൽ ഹാജയുടെ ഭാഗമാണ് ഓതിയത്. അദ്ദേഹം അമ്പരന്നുപോയി, അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം അതിശയത്തിൽ പറഞ്ഞു, ഇതൊരു മനുഷ്യൻ നിർമ്മിക്കാൻ സാധിക്കുന്ന പദങ്ങളല്ല. നാം സാധാരണ പറയാറുള്ളതായ അറബി സാഹിത്യ ഗദ്യങ്ങളും പദ്യങ്ങളുമെല്ലാം നാം പറഞ്ഞു പരിചയമുള്ളതായ ഭാഗങ്ങളിൽ ഇത് കാണുന്നതല്ല, കാണാൻ സാധിക്കുന്നതുമല്ല. ഒരു അത്ഭുത ഭാഗമാണ് എന്ന് ആ വ്യക്തി അതിലൂടെ മനസ്സിലാക്കി. ആ മഹാവ്യക്തി അപ്പടി തന്നെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടുകയും ചെയ്തു എന്നതാണ് നാം കേട്ടത്. അങ്ങനെയുള്ള ആ ഖുതുബത്തുൽ ഹാജയിൽ ഉൾക്കൊള്ളുന്നതായ ഭാഗമാണ് ഷർറു നഫ്സിനെ തൊട്ട് മനുഷ്യനിലൂടെ ഉത്ഭവിക്കുന്ന ദൂഷ്യങ്ങളെ തൊട്ട് കാവലിനെ ചോദിക്കുക. നാം എല്ലാവരും മനുഷ്യന്മാരാണ്. കുല്ലു ബനി ആദമ ഖത്ത. മനുഷ്യന്മാരിൽ നിന്നെല്ലാം തെറ്റുകൾ വന്നു പോകാൻ സാധ്യതയുള്ളവരാണ്, തെറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നവരാണ്. എന്നിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം ശരീരത്തിൽ എന്തുണ്ട്? വെടക്ക് ഭാഗമുണ്ട്. അതേതാണ്? ഷർറുള്ള ഭാഗം. അതിൽ നിന്നിട്ട് മുക്തരായവർ അള്ളാഹുവിന്റെ ദൂതരെ പോലത്തെ അള്ളാഹു കഴുകി ശുദ്ധീകരിച്ച് ഹൃദയത്തെ, ഹാർട്ടിനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടി, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 2 തവണ മലക്കുകളൊക്കെ അയച്ചു. ആ ഷർറായ ഭാഗത്തെ നീക്കം ചെയ്യുകയും ചെയ്തു. അതൊന്നും നീക്കം ചെയ്യാത്തവരാണ് നാം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ ആ വടക്ക് വശമുണ്ട്, ആ വടക്ക് ഭാഗമുണ്ട്. അതിനെ തൊട്ട് അള്ളാഹുവിനോട് ദൈനംദിനം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോൾ കാവലിനെ ചോദിക്കേണ്ടതുണ്ട് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ നമ്മുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചത്. അതെ,
അതെ, പിന്നെ ആ പൈശാചിക ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് റസൂലുള്ളാഹി ആ പ്രാർത്ഥനയിലൂടെ ഉണർത്തിയത് ഏത് ഷർറാണ്? അത് ശിർക്കാവുന്ന ഷർറ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഷർറ്. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ലോകത്തിന്റെ നാനാതുറകളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഷിയായിസം വ്യാപകമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഷിയാക്കൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അലി ഇബ്നു അബി താലിബിനെയും ഹസൻ ഹുസൈനെയും ഫാത്തിമയെയും റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അവരെയെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ച് അവരെ പൂജിച്ച് അവരോട് പ്രശ്നം പറഞ്ഞ് അവരിലേക്ക് കിണപേക്ഷിച്ച് അവർക്ക് നേർച്ചയാക്കി അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവരെ നിർത്തി അള്ളാഹുവിനെ തരം താഴ്ത്തി ജീവിക്കുന്ന നീച നികൃഷ്ട ചിന്താഗതിയുമായി പേറി നടക്കുന്ന വിഭാഗമായിരുന്നു അവർ. ആ വിഭാഗം ആണ് അവരാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഉമ്മത്ത് മുഹമ്മദിൽ ആ പരാക്രമം നടത്തിയവര്. ആ പരാക്രമം അവരിലൂടെ ഇപ്പോൾ ലോകവ്യാപകമാണ്. ഒന്നിരിക്കൽ നേരിട്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെ എന്തെല്ലാം മാധ്യമങ്ങളിലൂടെ അവർക്കത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു. അതിപ്പോൾ അറബ് രാഷ്ട്രങ്ങളിലും അനറബ് രാഷ്ട്രങ്ങളിലും എല്ലാം ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയായിരിക്കാം പൈശാചിക ശർറിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പൈശാചിക ശല്യത്തിൽ അതിന്റെ പ്രധാന വശമാകുന്ന ശിർക്കിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അത് നിർബന്ധമായി നാം അറിഞ്ഞിരിക്കേണ്ട ഭാഗമാണ്. നാം നമ്മുടെ നാട്ടിലും മറ്റു ലോകത്തിന്റെ നാനാതുറകളിലും ഉപയോഗിക്കുന്നതായ, പ്രത്യേകിച്ച് റബീഉൽ മാസം വരുമ്പോഴെല്ലാം ഉപയോഗിക്കുന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദഹാണെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാറുള്ളതായ പല മൗലിദുകളിലും ഗ്രന്ഥങ്ങളിലുമെല്ലാം അറിഞ്ഞിട്ടോ അറിയാതെയോ ഈ ഷിയായിസമാകുന്ന ശിർക്കിന്റെ വശങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട്. അതിനെ വളച്ചൊടിച്ചിട്ട് സ്ത്രീകരിക്കാനും അത് വിരോധമില്ല എന്ന് പറയാനും ആൾക്കാരുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ പിശാചിനെ സഹായിക്കലാണ്, പിശാചിന് കൂട്ടുനിൽക്കലാണ്. നാം ശ്രദ്ധിക്കേണ്ടത് ആ അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടിയാണ്. എന്ന റസൂൽ പഠിപ്പിച്ചതുപോലെ നിനക്ക് സംശയം ഉണ്ടാകുന്ന, ഉണ്ടാകുന്ന, അത് ശരിയോ തെറ്റോ എന്ന് ചർച്ച വരുന്നതായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെ വിട്ടുപേഴ്ച കളയുക. എന്നിട്ട് ഉറപ്പുള്ളതായ, നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതായ, നമുക്ക് പരലോകമോക്ഷം നേടാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശഫാഅത്ത് പരലോകത്തിൽ കിട്ടാൻ നാം അർഹരായി മാറുമെന്ന് ഉറപ്പുള്ളതായ ഭാഗങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് അത് ചെയ്യാൻ വേണ്ടി നാം പാടുപെടുക. അപ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ അകത്ത് ഉൾക്കൊള്ളുന്നതായ അർത്ഥഗാംഭീര്യത നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പകർത്തിയവരായി നാം മാറുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചത് അഊദു ബിക മിൻ ശർരി നഫ്സി, എന്റെ ശരീരത്താൽ ഉണ്ടാകുന്ന അപകടം, ശരീരത്തിലൂടെ ഉണ്ടാകുന്ന അപകടം, മറ്റുള്ളവരെ ദ്രോഹിക്കുക, മറ്റുള്ളവരെ മർദ്ദിക്കുക, മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പാടുപെടുക, അതൊക്കെ അതിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതാണ് ശർറു നഫ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി തുടരുന്നു, പ്രാർത്ഥനയായിട്ട് പഠിപ്പിക്കുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട്, വഅൻ അഖ്തരിഫ അലാ നഫ്സി സുഅൻ, എന്തെങ്കിലും ഒരു സുഅ എന്റെ നഫ്സിൽ ചെയ്യുക, ഔ അജ്റഹു അലാ മുസ്ലിം, അല്ലെങ്കിൽ ഒരു വടക്കായ ദ്രോഹമായ കാര്യങ്ങൾ എന്റെ നഫ്സിൽ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കുകയോ ചെയ്യുന്നതിനെ തൊട്ടും ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതെ, ഔ അജ്റഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന് വല്ല ദ്രോഹം ഉണ്ടാക്കുക, അവനെ പ്രയാസപ്പെടുത്തുക, അവനെ മർദ്ദിക്കുക, അവനെ കഷ്ടത ഉണ്ടാക്കി മാറ്റുക, അങ്ങനെയുള്ള ആ ദ്രോഹങ്ങളിൽ നിന്നിട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചു എന്നതാണ് തുർമുദി പൊടിച്ചിരുന്ന ഹദീസിൽ. ഇത് ഇന്ന് മക്ക ഇമാം ഓതിയതായ ഹദീസിൽ ഒന്നാണ്. അതെ, അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നാം ഈ അപകടത്തിൽ നിന്ന് മോചിച്ചുകൊണ്ട്, അഥവാ ജനങ്ങളുടെ ഗീബത്തുകളും നമീമത്തുകളും ഏഷണികളും പരദൂഷണങ്ങളും അവരെ കുറ്റവും കുറവും പറയുക, അവരുടെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കുക എന്നീ മഹാപാപം അത് ഹൃദയ രോഗിക്കുണ്ടാകുന്ന പാപമാണ് എന്ന് ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും ഗില്ലിൽ നിന്നിട്ടും ഹസദത്തിൽ നിന്നിട്ടും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാനും നാം പാടുപെടേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. നമ്മളിലൂടെ ആരും ദ്രോഹിക്കപ്പെടാൻ പാടുള്ളതല്ല, നമ്മളിലൂടെ ആരും മർദ്ദിക്കപ്പെടാൻ പാടുള്ളതല്ല, നമ്മളിലൂടെ ആരും പ്രയാസപ്പെടാൻ പാടുള്ളതല്ല. അൽ മുസ്ലിമു, യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് സത്യവിശ്വാസി? ആരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ? സമർപ്പണ ബോധത്തോടു കൂടി അള്ളാഹിലേക്ക് പരിപൂർണമായി ശരീരത്തെ സമർപ്പിച്ച വ്യക്തി എന്ന അർത്ഥം കുറിക്കുന്ന അൽ മുസ്ലിം. ആരാണ് അൽ മുസ്ലിം? മൻ സലിമ അൽ മുസ്ലിമൂൻ, സർവ മുസ്ലിങ്ങളും അവന്റെ നാവിന്റെ ശർറിനെ തൊട്ടും അവന്റെ
അവന്റെ കൈയിന്റെ ഷറിനെ തൊട്ടും രക്ഷപ്പെടാൻ സാധിച്ച വ്യക്തി. നമ്മുടെ നാവിനെ തൊട്ടും നമ്മുടെ കൈയിനെ തൊട്ടും മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മുസ്ലിം എന്ന നാമകരണം ചെയ്യാൻ നാം അർഹരായി മാറുന്നു എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇടങ്ങേറിനെ മറ്റുള്ളവരെ തൊട്ട് മാറ്റി നിർത്തുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക എന്നത് നമുക്ക് പരിപൂർണ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ, നമുക്ക് മുസ്ലിം എന്ന നാമകരണം ചെയ്യാൻ അർഹരാവേണമെങ്കിൽ ഉള്ളതായ നിബന്ധനയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മഹാനായ ജുൻദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഥവാ അബൂദർ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടല്ലോ, നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പർമാർക്ക് പരിചയമുള്ള ഭാഗമാണ്. ആരാണ് ജുൻദുബ് ഇബ്നു ജുനാദ എന്ന് പറഞ്ഞാൽ? അതെ, അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, അയ്യുൽ അമാലി അഫ്ളൽ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ആരാധന, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഇബാദത്ത് എന്ന് മഹാനായ അബൂദർ ഗിഫാരി അല്ലാഹു റസൂലിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? അൽ ഈമാനു ബില്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ ഇബാദത്ത് അല്ലാഹുവിനെ കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസം, അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അൽ ഈമാനു ബില്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അല്ലാഹുവിനോടല്ലാതെ, അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കാൻ പാടുള്ളതല്ല. ആരാധനയുടെ എല്ലാ ഇനങ്ങളും അതിൽ പെട്ടതാണ് പ്രാർത്ഥന. അത് അല്ലാഹുവിന് അല്ലാതെ നൽകാൻ പാടുള്ളതല്ല എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ അമൽ. പിന്നെ രണ്ടാമത്തത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ മറുപടി വൽ ജിഹാദ് ഫീ സബീലിഹി, ആ അല്ലാഹുവിന്റെ വഴിയിൽ, അഥവാ ഈ ഈമാനിനെ സ്ഥാപിക്കാൻ, ഈ ഈമാനിനെ പ്രചരിപ്പിക്കാൻ നമ്മുടെ നേതാക്കളായ, ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ മദീനയിൽ പണ്ട് ജീവിച്ചവരായ ബദരീങ്ങളും ഉഹദീങ്ങളും അതുപോലെ തന്നെ ഖന്ദഖീങ്ങളും അതുപോലെ ഹുനൈനീങ്ങളും അതുപോലെ ഹുനൈൻ യുദ്ധത്തിലും ഖന്ദഖ് യുദ്ധത്തിലും തബൂക്ക് യുദ്ധത്തിലും എവിടെ നിന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ പോയി പോരാടിയോ, ആ പോരാടിയ പോരാട്ടം എന്തൊരാവശ്യാർത്ഥമായിരുന്നു. ആ ആവശ്യമാകുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംരക്ഷിക്കാൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി, അതിന്റെ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി, അതിനെ നിലനിർത്താൻ വേണ്ടി, അതിനെ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് രണ്ടാമത്തതായ പ്രധാനപ്പെട്ട അമല്. പിന്നെ ഞാൻ ചോദിച്ചു റസൂലുള്ളാഹിയോട്, ആരാണ് അബൂദർ, അയ്യുർ റിഖാബി അഫ്ളൽ, അടിമയെ നാം മോചനം ചെയ്യുമ്പോൾ, പണ്ടൊക്കെ അടിമകൾ മോചനം ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ചോദ്യം. അടിമകളിൽ മോചിക്കാൻ വേണ്ടി നാം സെലക്ട് ചെയ്യേണ്ട, തെരഞ്ഞെടുക്കേണ്ട അടിമകൾ ആരൊക്കെയാണ്, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? റസൂലുള്ളാഹി പറയുകയുണ്ടായി, അൻഫസുഹ ഇൻദ അഹ്ലിഹ, അതിന്റെ ഉടമകളെടുക്കൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള, അക്സറുഹ സമനൻ, ഏറ്റവും വിലയും നിലയുമുള്ള സ്റ്റാൻഡേർഡും ഉള്ളതായ അടിമയായിരിക്കണം എന്ന് നാം എത്തൊക്കെ ചെല്ലുമ്പോൾ, മോചിപ്പിക്കുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. അത് അടിമ എന്ന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ പഠിപ്പിച്ചതുപോലെ ഏത് കാലഘട്ടത്തിലും നാം എന്തെങ്കിലും ധർമ്മം ചെയ്യുമ്പോൾ നല്ലതായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് നന്മ വേണമോ, എന്നാൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് നൽകേണ്ടത്. അപ്പോൾ നല്ലതായിരിക്കണം കൊടുക്കേണ്ടത് എന്നത് വെടക്കല്ല നാം ധർമ്മം ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലേക്ക്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദറിനോട് പറയുന്നു, ഏറ്റവും ശ്രേഷ്ഠതയുള്ള നന്മകളിൽ മൂന്നാമത്തതായ ഭാഗമായിട്ട് തുഈനു സാനിഅ എന്ന് പറഞ്ഞാൽ മഅറൂഫ, ജനങ്ങൾക്ക് നന്മ ചെയ്യുക, ജനങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ നന്മ അറിയാത്ത, നല്ലതറിയാത്ത ആൾക്കാർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാം ഒരാൾക്ക് നന്മ ചെയ്യുന്ന ആളായി മാറുകയോ നമ്മിൽ നിന്നിട്ട് മറ്റുള്ളവർക്ക് നന്മ ലഭിക്കുന്ന വ്യക്തിയായിട്ട് നാം മാറുക, അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക. അത് എൽമെന്ന് മാത്രമല്ല, നാം ഇപ്പോൾ കാറിലോടുകയാണ്, വഴിമധ്യേ ഒരുത്തൻ ടയർ പഞ്ചറായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഒരു പക്ഷേ ടയർ മാറ്റാൻ തന്നെ അറിയാത്ത ആളായിരിക്കും. നാം അയാൾ അവിടെ ഇറങ്ങിയിട്ട് സഹായിക്കുക, അതൊരു ഉദാഹരണം. അതുപോലെ ഒരു മനുഷ്യൻ എത്ര കണ്ട് അവനിൽ നിന്നിട്ട് അവന്റെ ഖൈർ മറ്റുള്ള ആളിലേക്ക് നീക്കം ചെയ്യാൻ, എത്തിക്കാൻ സാധിക്കുന്നുവോ അത് ചെയ്യുക എന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. അതുപോലെ തന്നെ ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു റസൂലിനോട്, അറഅയ്ത അൻ വഉഫ്തു മിൻ അൻ ബഅദിൽ അമൽ, ഇങ്ങനെയുള്ള അമലുകളെ തൊട്ട് എനിക്ക് സാധിച്ചില്ല, ഞാൻ ശേഷികെട്ട ആളാണ്, എങ്കിൽ എനിക്ക് ആ പുണ്യം കിട്ടാനുള്ളതായ മാധ്യമം ഏതാണ്, അല്ലെങ്കിൽ ആ പുണ്യം കിട്ടാനുള്ള മാർഗം ഏതാണ്? ഖാല തഖുഫ ശർറക അനിന്നാസ്, നിന്നെ തൊട്ടാലും ദ്രോഹിക്കപ്പെടാതിരിക്കുക. നിനക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നിന്നെ കൊണ്ട് മറ്റുള്ളവർ ദ്രോഹിക്കപ്പെടരുത്. അങ്ങനെ ദ്രോഹിക്കപ്പെടാതിരിക്കുക എന്ന് തന്നെ ഫഇന്നഹാ സദഖത്തും മിൻക അലാ നഫ്സിക, അത് നിനക്ക് മറ്റുള്ളവർക്ക് നീ ചെയ്യുന്നതായ ധർമ്മത്തിന്റെ സ്ഥാനത്താണ്. മറ്റുള്ളവർക്ക് നമ്മുടെ നഫ്സിനെ നാം സഹായിക്കാൻ നാം ചെയ്യുന്ന സദഖയാണ് മറ്റുള്ളവരെ നാം സഹായിക്കുക, മറ്റുള്ളവർക്ക് ധർമ്മം ചെയ്യുക. ആ സ്ഥാനത്തായിരിക്കും എന്ത്, നീ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദ്രോഹത്തിൽ നിന്നിട്ട് നീ തടയ
പറയുകയാണെങ്കിൽ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു എന്നതാണ്. വേറെ റിപ്പോർട്ടിൽ ഔ തളഉൽ അഖ്റഖ് എന്നതുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ നേരത്തെ വെച്ചു കഴിഞ്ഞു. അഥവാ നമുക്ക് ഉള്ളതായ കഴിവിനെ, മറ്റുള്ളവരിലില്ലാത്ത കഴിവിനെ ആ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആവശ്യമുള്ള സന്ദർഭത്തിൽ പരിശ്രമിക്കുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അതെ, ഇത് യഥാർത്ഥത്തിൽ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതും നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കൈയിനെ സൂക്ഷിക്കുക, നാം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. ഞാൻ ക്ലാസ്സിൽ സാധാരണ പറയാറുള്ളത് പോലെ നാം കാഷ്ടവണ്ടിന്റെ സ്വഭാവം ഉണ്ടാവാതിരിക്കുക. നമ്മൾ ആ ശൈലി തന്നെ ഇന്ന് മക്ക ഇമാമ് വേറെ രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? മറ്റുള്ളവരുടെ ഈച്ച ഇരിക്കുന്ന സ്ഥലം അഥവാ വൃണമുള്ള സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന ദുസ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് മക്ക ഇമാം ഇന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ടായി. മക്ക ഇമാം തുടരുന്നു, നാം ഒരു മുസ്ലിമിനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നാം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അതിന്റെ ഫലം അഥവാ നാം ദ്രോഹിച്ചതിന്റെ പ്രതികാരം ഒന്നിരിക്കലോ പെട്ടെന്ന് അല്ലെങ്കിൽ പരലോകത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രശസ്തനായ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, അദ്റക്തു ഫിൽ മദീനത്തി അഖ്വാമൻ ലൈസ ലഹും ഉയൂബുൻ ഫആബുൻ നാസ ഫസാറത ലഹും ഉയൂബ്. ഞാൻ മദീനയിൽ ചില ആൾക്കാരെ കണ്ടു, അവർക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ മനുഷ്യന്മാരുടെ കുറവ് പറയാൻ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചപ്പോൾ പിന്നെ അവർ കുറവുള്ളവരായി മാറുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം മാലിക് പറയുന്നു. തുടരുന്നു ഇമാം മാലിക്, വദ്റക്തു ഫിൽ മദീനത്തി അഖ്വാമൻ, ഞാൻ മദീനയിൽ ചില ജനങ്ങളെ കാണുകയുണ്ടായി, അവർക്ക് കുറവുകൾ ഉണ്ടായിരുന്നു. കുറവുകളൊക്കെ ഉള്ളതായ മനുഷ്യന്മാര് ധാരാളം മദീനയിൽ ഞാൻ കണ്ടിരുന്നു എന്റെ കാലഘട്ടത്തിൽ. പക്ഷേ അവര് മനുഷ്യന്മാരെ ദ്രോഹിക്കാതിരിക്കുന്ന, അവരുടെ കുറവ് അന്വേഷിച്ച് നടക്കാതിരിക്കുന്ന, അതിനെക്കുറിച്ച് നിരൂപണം നടത്താതിരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. അത് കാരണത്താൽ അവരുടെ കുറവിനെ മറക്കപ്പെടുകയും ചെയ്യൂ, അവര് കുറവല്ല ഇല്ലാത്ത മനുഷ്യന്മാരായി മാറുകയും ചെയ്തു എന്ന് ഇമാം മാലിക് പറഞ്ഞത് ഇവിടെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് മക്ക ഇമാം തുടരുന്നു, വളരെ ശ്രദ്ധിക്കുക നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ. അത് മഹാ അപകടമാണ്. ഒരു സത്യവിശ്വാസിയാണ് ദ്രോഹിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅദ്ദ ലഹും അദാബൻ മുഹീനാ. ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ദ്രോഹിക്കുന്ന വിഭാഗം, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ് ദുനിയാവിലും പരലോകത്തിലും. വഅദ്ദ ലഹും അദാബൻ മുഹീനാ, അവർക്ക് അങ്ങേയറ്റ നിന്യതയുള്ളതായ ശിക്ഷ അവർക്ക് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തുടർന്നു, വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീനാ. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഭാഗം, അതുപോലെ തന്നെ മുഅ്മിനാത്തുകളായ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ ദ്രോഹിക്കുന്ന വിഭാഗം, ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവരുടെ മേലിൽ കെട്ടിയുണ്ടാക്കി പറഞ്ഞ് അവരെ ദ്രോഹിക്കുന്ന വിഭാഗം, ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീനാ, അവർ മഹാപാപമാണ്, മഹാദോഷമാണ് അവർ പേറി നടന്നത്. അതിലൂടെ അവർക്ക് പരലോകത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളതായ ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്ന ശൈലിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശൈലിയാണ് എന്ത്? ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന, അവര് പേറിയവരായി മാറി, ചുമന്നവരായി മാറി. എന്ത് രണ്ട് കുറ്റമാണ് ഇവിടെ? മറ്റുള്ളവരെ ദ്രോഹിച്ചു നാവിലൂടെ, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. അങ്ങനെ മഹാപാപങ്ങളാണ് അവര് പേറിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് നമുക്കറിയാം, മക്ക ഇമാം പറഞ്ഞതുപോലെ വഴിയിലുള്ളതായ ദ്രോഹങ്ങളെ മാറ്റിവെക്കുക എന്നത് തന്നെ എന്താണ്? സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് എന്നാണല്ലോ നാം പഠിച്ചു വരുന്നത്. എന്നിരിക്കുമ്പോൾ നാം മുസ്ലിങ്ങളെ ദ്രോഹിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന പ്രത്യേകത പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കതിന്റെ പ്രാധാന്യം അറിയാം. അതെ, അപ്പോൾ നാം മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നത് സൂക്ഷിക്കുക. ജനങ്ങളിൽ ഷർറുന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറഞ്ഞ ഭാഗമുണ്ട്. ഏറ്റവും മനുഷ്യന്മാരിൽ നിന്നിട്ട് ദ്രോഹമുള്ളവർ അതാരാണ്? അവര് നമ്മിൽ നിന്നിട്ട് വരുന്ന ദൂഷ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന വിഭാഗം.
അഥവാ ചിലരെ ചിലപ്പോൾ സ്നേഹിക്കും. എന്ത് കാരണത്താൽ? അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, പിന്നെയോ അവനിലുള്ള ദൂഷ്യം തട്ടാതിരിക്കാൻ വേണ്ടി അവനെ സ്നേഹിക്കും. അങ്ങനെയുള്ള വിഭാഗം ഷർറുന്നാസ് ആണെന്നാണ്, അഥവാ ഏറ്റവും ഷർറായ വ്യക്തിയാണ് എന്നാണ് നമുക്ക് നമ്മുടെ നേതാവ് പഠിപ്പിക്കുന്നത്. മക്ക ഇമാമ് ഇന്ന് സംസാരിച്ച വിഷയത്തിന്റെ ഷോർട്ടായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മദീന ഇമാമി ഇന്ന് ചില ഹുക്കുമുകളും അഹക്കാമുകളൊക്കെ പറഞ്ഞു. ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയാണ് ഇന്ന് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹിക്മത്തോടു കൂടിയുള്ള ഒരു പ്രത്യേക ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ്. ആ ഹിക്മത്തിൽ പെട്ടതാണ് ഈ സൃഷ്ടികൾ അവിടെ ജീവിക്കണം, ജിന്നുകളും മനുഷ്യന്മാരും അതിന്റെ അകത്ത് ജീവിക്കണം, അതിന്റെ താഴെ ജീവിക്കണം, അതിന്റെ മേലിൽ ജീവിക്കണം, ഭൂമിയുടെ മേലിലും ആകാശത്തിന്റെ താഴെയും ജീവിക്കണം. എന്തിനാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്? അവർ ജീവിക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഇവിടെ ആ ഭൂമിയിലൂടെ അധ്വാനിക്കുവാനും സമ്പാദിക്കുവാനും ഓടാനും ചാടാനും നടക്കാനും ജീവിക്കാനും എല്ലാം ചുറ്റുപാടുള്ളതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചത്. അതിൽ നിന്നിട്ട് തന്നെ മനസ്സിലാക്കാം ഇവിടെ സൃഷ്ടിച്ചതായ ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു മഹാലക്ഷ്യമുണ്ട്. അതെന്താണ്? ആ സൃഷ്ടികൾ ഷിട്ടാവായ ഖാലിഖായ റാസിഖായ ആ റബ്ബിനെ ആരാധിക്കണം, അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെയും സൃഷ്ടിച്ചത്. അല്ലാഹു പറയുന്നു, മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യന്മാരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ വിധികളും അതുപോലെ തന്നെ വിലക്കുകളും മനസ്സിലാക്കി ആ വിധികൾ നടപ്പാക്കി വിലക്കുകൾ വിട്ടുനിന്ന് ജീവിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് സൃഷ്ടികളെ ഇവിടെ സൃഷ്ടിക്കാൻ കാരണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരുന്നു മദീന ഇമാം തുടരുന്നു മുർസലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. ആ മുർസലുകൾ നിയോഗിച്ചപ്പോൾ ഇവിടെ അവര് ഭൂമിയിലുള്ളതായ അപകട മേഖലകളെയെല്ലാം ഇസ്ലാഹ് ചെയ്തു, നന്നാക്കിയെടുത്തു. അവിടെയുള്ളതായ തെറ്റുകളെയും നീചമായ പ്രവർത്തനങ്ങളെയും കളവുകളെയും കള്ളുകുടികളെയും വ്യഭിചാരങ്ങളെയും എന്തെല്ലാം ദൂഷ്യവശങ്ങൾ മനുഷ്യന്മാരുടെ ഇടയിലുണ്ട് അതെല്ലാം ആ അംബിയ മുർസലുകൾ നന്നാക്കിയെടുത്തു, അവരുടെ ഇടയിൽ ഇസ്ലാഹ് ചെയ്തു. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നമ്മളോട് പറയുകയുണ്ടായ ഖുർആനിലൂടെ വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. നബിമാരെല്ലാം വന്നിട്ട് ഓരോ കാലഘട്ടത്തിലൂടെ ഇവിടെ ഇസ്ലാഹ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നതായ ഈ ഭൂമിയിൽ നിങ്ങൾ ഇഫ്സാദ് ഉണ്ടാക്കരുത്, നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അങ്ങനെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇവിടെ ജീവിക്കാൻ വേണ്ടി നമുക്കുള്ള എല്ലാ ചുറ്റുപാട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൃഷ്ടിച്ചു തന്ന ശേഷം റബ്ബ് പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഞാൻ തന്നതായ നിങ്ങളിലേക്ക് ഞാൻ ഇറക്കിയതായ അനുഗ്രഹങ്ങളെയെല്ലാം നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചോളി. പക്ഷേ നിങ്ങൾ ആരായി മാറണം? എന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ആളായി മാറണം. ഇത് പറയുന്നതോടൊപ്പം മദീന ഇമാമ് മക്ക ഇമാം പറഞ്ഞതായ വിഷയത്തിലേക്ക് മാറുകയുണ്ടായി. നാം ഇവിടെ ജീവിക്കുന്ന വേളയിൽ മനുഷ്യന്മാർക്ക് ഫലം നൽകുന്ന ആളായി മാറണം, മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന ആളായി മാറണം, മനുഷ്യന്മാരെ ദ്രോഹിക്കാത്ത ആളായി മാറണം. അതെ, അപ്പോൾ മനുഷ്യന്മാർക്ക് നന്മയുള്ള ആളായി മാറാൻ വേണ്ടി മക്ക ഇമാം പറഞ്ഞതുപോലെ ഇന്ന് മദീന ഇമാമും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതാണ് എന്ത്? നാം മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, മർദ്ദിക്കരുത് എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മുടെ നന്മ വ്യാപകമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുപോലെ തന്നെ നാം ചെയ്യുന്നതായ ഇബാദത്തിൽ ചെറുതോ വലുതോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാതെ വലിയ വെയിറ്റ് ഉള്ളത് മാത്രം ചെയ്യുക, നിസ്സാരമാണെന്ന് നിസ്സാരപ്പെടുത്തുക ചില അമാലുകളെ, അതില്ല. ലാ തഹ്തിറന്ന മിനത്ത് ത്വാആതി ശൈആ. അല്ലാഹുവിന് നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. അതെ, അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിച്ചു തീർക്കുന്നതായ മാധ്യമങ്ങൾ എന്തൊക്കെയുണ്ട്? അത് ചെറുതാവട്ടെ വലുതാവട്ടെ, അത് മുഴുവനും കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്ര നാം ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ വേണ്ടി നാം പാടുപെടുക. അതേ സമയത്ത് നാം ഏറ്റവും വലിയ പാപങ്ങളോ ചെറിയ പാപങ്ങളോ എന്ന് നോക്കാതെ പാപങ്ങൾ സകലം പിടിച്ചു നിൽക്കാൻ വേണ്ടി പാടുപെടുക. അതാണ് നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ആത്മാവിനെ മോചിപ്പിക്കാനുള്ളതായ മാർഗങ്ങൾ. അത് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി കെട്ടിപ്പടുത്തുവാനും അസ്വാദ്യകരമായ ജീവിതമാക്കി മാറ്റുവാനും മറ്റുള്ളവരിൽ നിന്നിട്ട് നമ്മുടെ ദ്രോഹം അവരിലേക്ക് എത്താതിരിക്കുക എന്നത് തന്നെ ജനങ്ങൾ നന്മ പറയാൻ, ജനങ്ങൾ സ്തുതികീർത്തനങ്ങൾ നമ്മെ അർപ്പിക്കാൻ കാരണമായി തീരുന്നതുമാണ്. അപ്പോൾ മദീന ഇമാമും ഏകദേശം ഈ വിഷയത്തിൽ മക്ക ഇമാം പറഞ്ഞതായ വിഷയത്തോട് തുല്യതയുള്ളതായ ഭാഗമാണ് പറഞ്ഞത്. അതിൽ പെട്ടതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ ഭാഗം
ഏത് വൻദോഷങ്ങളിൽ നിന്നിട്ട് വിട്ടുനിൽക്കുക, ചെറുദോഷങ്ങളിൽ നിന്നിട്ടും വിട്ടുനിൽക്കുക. അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വലിയ വലിയ അമലാണെന്ന് നാം മനസ്സിലാക്കുന്ന ഭാഗങ്ങൾ മാത്രം ചെയ്തിട്ട് ചെറിയ ചെറിയ അമലുകൾ ഒഴിവാക്കി വെക്കുക, അതും ശരിയല്ല. നാം ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ സുന്നത്തായ നമസ്കാരങ്ങൾ കഴിവിന്റെ പരമാവധി അതോടൊപ്പം കൂട്ടിച്ചേർത്ത് നിസ്കരിക്കാൻ വേണ്ടി പാടുപെടുക. പ്രത്യേകിച്ച് ഈ യുഗത്തിൽ, കൊറോണ യുഗത്തിൽ പലരും പല അമാലു സാലിഹാത്തുകളിൽ നിന്നിട്ട് തൽക്കാലമായി വെടിഞ്ഞു നിന്നവരുണ്ട്, തൽക്കാലമായി നിർബന്ധിതാവസ്ഥയിൽ വെടിഞ്ഞു നിന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ആ അമലിലേക്ക് മടങ്ങാൻ ചിലപ്പോൾ പ്രയാസമുണ്ടാകും, ചിലപ്പോൾ പിശാച് പ്രയാസം ഉണ്ടാക്കി കൊടുക്കും. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് നാം പണ്ട് ചെയ്തതിനേക്കാളും കൂടുതലായി നമ്മിൽ നിന്നിട്ട് വന്നുപോയ വീഴ്ചകൾ ഈ ദിവസങ്ങളിലൂടെ വീട്ടിലിരുന്നു കൊണ്ട് ജുമാ നിസ്കരിക്കുന്നതിന് പകരം 4 റക്അത്ത് ളുഹർ നിസ്കരിക്കേണ്ടി വന്നതായ ഒരു ചുറ്റുപാടും അന്തരീക്ഷം നമുക്കുണ്ടായി. ആ അന്തരീക്ഷം ഉണ്ടായതിന്റെ പേരിൽ അതിന്റെ അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ തഅവീദ്, അതിന് പകരമായിട്ട് അതിനെ ഇരട്ടിയായി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതായ രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി നാം ചെയ്യുന്നതായ അമലുകൾ കട്ടിയുള്ളതായി മാറുകയും അപ്രകാരം തന്നെ ചെറുതും വലുതുമായതായ സൽക്കർമ്മങ്ങൾ അതിനെ നിസ്സാരപ്പെടുത്താത്ത രൂപത്തിൽ അതിനെ ആവേശത്തോടെ ഉന്മേഷത്തോടു കൂടി ചെയ്ത് പ്രാക്ടീസ് നേടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയതായ സന്ദർഭത്തിൽ മക്കയിൽ ജന്മം കൊണ്ടതായ റസൂല് മക്കയിൽ വെച്ചിട്ട് ആദ്യമായിട്ടൊരു പക്ഷേ കുടിച്ചത് തന്നെ സംസമായിരിക്കാം. എന്നിട്ട് പോലും റസൂലുള്ള ആരാധന എന്ന രൂപത്തിൽ, ഇബാദത്ത് എന്ന രൂപത്തിൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സംസം കുടിച്ച സന്ദർഭത്തിൽ ഊറ്റി കുടിക്കുകയും ആവേശത്തോടു കൂടി കുടിക്കുകയും നിന്നിട്ട് കുടിക്കുകയും തിരക്കിലും ധൃതിയിലും പെട്ട് റസൂലുള്ള തന്നെ അത് ആവേശത്തോടു കൂടി കുടിക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നമുക്കതിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും നമുക്ക് പരിചയമുള്ള ഇബാദത്തല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നാം നിസ്സാരപ്പെടുത്തി കാണുന്നത് അതിൽ പെട്ടതാണ്. നമസ്കരിക്കുന്ന വേളയിൽ നമ്മുടെ നമസ്കാരത്തിൽ അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ ചേഞ്ചില്ലാത്ത രൂപത്തിൽ ഖുശൂഉം ഖുദൂഉം ഭക്തിയും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. അതിന് നാം പാടുപെടണം, അതിനുവേണ്ടി നാം അധ്വാനിക്കണം. നമ്മുടെ നേതാക്കളാകുന്ന താബിഈങ്ങളും പറയുന്ന ശൈലി കാണാം. ഞാൻ 20 കൊല്ലത്തോളം പ്രയാസപ്പെട്ടു. എന്തിനു വേണ്ടി? എന്റെ ശരീരത്തിന് ഖുശൂ ഉണ്ടാക്കാൻ വേണ്ടി, ശിക്ഷണ നൽകാൻ. പിന്നെ 20 കൊല്ലം ഞാൻ നിസ്കരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നിസ്കാരം ഒഴിവാക്കിയില്ലെങ്കിൽ തിരക്കേടില്ലായിരുന്നേനെ. നിസ്കാരത്തിന് ടൈം വന്നുകൊണ്ടേ ഇരിക്കണമെന്ന് അദ്ദേഹം പൂതി വെക്കലും നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ഒഴിവാവാൻ പ്രയാസപ്പെടലും ഒഴിവാവേണ്ടി വരുമല്ലോ എന്ന് തോന്നലുമായിരുന്നു. അങ്ങനെയുള്ള ആസ്വാദനം അവർ ആസ്വദിക്കാറുണ്ടായിരുന്നു. ഇതുപോലെ നാം നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകളുടെ പ്രാധാന്യം എപ്പോഴും മനസ്സിലാക്കി അതിൻ്റെതായ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ചെറുതോ വലുതോ നിസ്സാരപ്പെടുത്തരുത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം. നിങ്ങൾ കൂട്ടാനുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ കൂട്ടാനിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിലും അതിനെ മറ്റുള്ളവർക്ക് വാസന വരുമ്പോൾ അതിന്റെ ആ വാസന വരുമ്പോൾ അവർക്ക് ആഗ്രഹമുണ്ടാകും, ഞങ്ങൾക്കും വേണമല്ലോ ആ കൂട്ടാൻ ലഭിക്കൽ എന്ന്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റണം എന്ന് മാത്രമല്ല, ഒരാടിന്റെ കാലിന്റെ ഭാഗങ്ങൾ പോലും അഥവാ നാം വലിച്ചെറിയുന്ന ഭാഗങ്ങൾ പോലും എന്ത് ചെയ്യരുത്? അതിനെ നിസ്സാരപ്പെടുത്തരുത്. അത് മനുഷ്യന്മാർക്ക് കിട്ടണമെന്ന് പൂതിയുള്ള ഭാഗമാണെങ്കിൽ അതിനെ നീ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടണം. അതൊരു മഹാ നന്മയാണ്, മഹാ അമലാണ്, അമലു സ്വാലിഹാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണമെന്ന് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലിയും ഇവിടെ സ്മരണീയമാണ്. അള്ളാഹു നമുക്ക് ഈ രൂപത്തിൽ മക്ക ഇമാം പറഞ്ഞതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മർദ്ദിക്കാതെ നമ്മുടെ നാവിനെയും കൈനെയും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്രകാരം തന്നെ മദീന ഇമാം പറഞ്ഞതുപോലെ നാം ജീവിക്കുന്ന വേളയിൽ നാം ചെയ്യുന്ന അമലുകൾ ചെറുത് വലുത് എന്നോ സുന്നത്ത് ഫർള് എന്നോ വേർതിരിച്ച് കാണാതെ അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണെങ്കിൽ അത് അതുപോലെ നടപ്പാക്കണമെന്ന നിർബന്ധം ആസ്വാദനത്തോടു കൂടി നമ്മളിൽ ഉണ്ടാവണം എന്ന ആ കൽപ്പന നാം പഠിച്ച രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدبيره تدميرا. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد وعلى آله والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.